എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെ ഈ ചാലക്കുടിയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള വർഗ്ഗക്കാർ ഉദയം ചെയ്തിട്ടുണ്ട്. അതായത് ഏറ്റവും ദരിദ്രരായിട്ടുള്ള രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് നന്നേ അവരുടെ പ്ലേറ്റിൽ നിന്ന് നക്കി തിന്നുന്ന ചില ഊമ്പന്മാർ. അവരെ പറ്റിയിട്ട് ഇങ്ങനെ ഈ ഭാഷയാണ് അവരെ ഉപയോഗിക്കേണ്ടത്. ഞാൻ മാധ്യമധർമ്മത്തിന് അനുയോജ്യമായ ഭാഷ ഉപയോഗിച്ചില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എനിക്കതിന് ഒരു എതിർപ്പില്ല. നിങ്ങളങ്ങനെ കരുതിക്കോ. കാരണം നമ്മുടെ ചാലക്കുടിയിൽ ചില മാന്യന്മാർ പാൻറ്റും ഷർട്ടും കോലുമുടിയൊക്കെ ആയിട്ടുള്ള ചില വിണ്ണോതിരിമാരും കൊണകുണാപ്പന്മാരൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. കാരണം അത് പറയാൻ കാരണം ഇത് കുറേ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ ചാലക്കുടിയിൽ നമ്മൾ വഴിയോരങ്ങളിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ ലോട്ടറി ടിക്കറ്റുമായിട്ട് വരുന്ന സാധാരണക്കാരെ കാണാം അല്ലേ. ഒരു ലോട്ടറി വിറ്റ് കഴിഞ്ഞാൽ എത്ര കാശ് കിട്ടും നമുക്ക്? പ്രതീക്ഷയുടെ വലിയ ഗോപുരം ഉള്ളിൽ കൊണ്ട് നടന്ന് അതിപ്പോൾ നാളെ അടിക്കും മറ്റൊന്നടിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോരുത്തരുടെ അടുത്തൊക്കെ വന്ന് ഈ ടിക്കറ്റ് എടുപ്പിച്ച് നിസ്സാര കാശാണ് അതിൽ കമ്മീഷനായിട്ട് കിട്ടുന്നത്. മനസ്സിലായിട്ടോ? അങ്ങനെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ഈ ലോട്ടറി കച്ചവടക്കാരെ പറ്റിച്ച് അവരെ ഞണ്ണി ജീവിക്കുന്ന ചില ചെറ്റകൾ. അവരിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പോലീസ് അവരെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞിട്ട് അടിച്ച ടിക്കറ്റിലുള്ള പോലെ തന്നെ വേറെ ഏതെങ്കിലും ടിക്കറ്റ് എടുത്ത് അതിലെ നമ്പർ തിരുത്തണം. നമ്പർ വളരെ വിദഗ്ധമായിട്ട് തിരുത്തിയിട്ട് ഓടിക്കൊണ്ടുവന്ന് ഇവരിങ്ങനെ ലക്ഷ്യം വയ്ക്കും. ഓരോ സ്ഥലത്തും ഇങ്ങനെ ഇരിക്കുന്ന കച്ചവടക്കാരുടെ അവരുടെ ഒരു രീതിയും മറ്റ് മനഃശാസ്ത്രമൊക്കെ അവർ പഠിച്ചിട്ടാണ് വരണത്. എന്നിട്ട് ഓടി ഭയങ്കര സ്പീഡിൽ വരണം, ചേച്ചി ടിക്കറ്റ് അടിച്ചു വേഗം. അങ്ങനെ ഒരുപാട് പേരെ പറ്റിച്ച് അപ്പോൾ ഈ ഇരിക്കുന്ന കച്ചവടക്കാരെ അവർ കയ്യിൽ നിന്ന് എടുത്ത് കാശ് കൊടുക്കും. ഇപ്പോൾ 2000 രൂപ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ 2000 രൂപ കയ്യിൽ നിന്ന് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇവർ ഈ തിരുത്തിയ ടിക്കറ്റ് അവർക്ക് കൊടുക്കും. എന്നിട്ട് ചിലപ്പോൾ 2000 രൂപ അടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 രൂപ കാശ് മതി, ബാക്കി 1000 രൂപ ഈ വിറ്റങ്ങളിൽ നിന്ന് ടിക്കറ്റ് വേറെ എടുക്കും. ഒരു 10-15 രൂപ ടിക്കറ്റ് എടുക്കും. അങ്ങനെ പറ്റിച്ച് ഞണ്ണി ജീവിക്കുന്ന കുറേ തെണ്ടികൾ ഈ ചാലക്കുടിയിൽ ചെയ്യുന്നുണ്ട്. കൊടകരയിൽ കുറേ കച്ചവടക്കാരെ, കുറേ നമ്മുടെ ഫോളോവേഴ്സായിട്ടുള്ള കുറേ സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാരെ പറ്റിച്ചു. അന്ന് ഞാനത് വാർത്ത ചെയ്യാൻ സാധിച്ചില്ല. കുറേ പാവപ്പെട്ട കച്ചവടക്കാരെ കൊടകരയിൽ ഇതുപോലെ പറ്റിച്ച് കാശ് കുറേ അടിച്ചു മാറ്റി കൊണ്ടുപോയി. ഇപ്പോൾ ഇന്ന് ചാലക്കുടിയിലുണ്ടായ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപ്പാത കഴിഞ്ഞ് ആ ജാസ് പെയിൻ്റ് എന്നൊരു പെയിൻ്റ് കട കണ്ടോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചേച്ചി ഒരു 4-5 വർഷമായിട്ട് ആ ചേച്ചി ഒരു കുട വെച്ച് അതിൻ്റെ അടിയിൽ ലോട്ടറി കച്ചവടം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു. ഒരു മകനാണെങ്കിൽ അസുഖങ്ങളൊക്കെ ഉള്ളതാണ്. എന്തോരം കാശ് കിട്ടും ഒരു ദിവസം ഇരുന്ന് 300 രൂപയോ മറ്റാണ് കിട്ടുന്നത്. അതിൽ ഭക്ഷണം സംഗതിക്ക് കഴിഞ്ഞ് 10-200 രൂപ കിട്ടും. അങ്ങനത്തെ ഒരു കൂട്ടി വെച്ചിരിക്കുന്ന കാശിൽ നിന്ന് ലക്ഷ്യം വെച്ച് ഒരു കോലുമുടിക്കാരൻ അവൻ മാസ്കും ഹെൽമെറ്റൊക്കെ വെച്ച് പാൻറ്റും ഷർട്ടും കളസായൊക്കെ ഇട്ടിട്ട് ആൾ വന്ന് ഈ ചേച്ചിയുടെ അടുത്ത് വന്ന് 2 ടിക്കറ്റ് എടുത്ത് കൊടുക്കണം. 2000 രൂപ വെച്ചു വേണം എനിക്ക് BSNL ഓഫീസിലേക്ക് പോകാനുള്ളത് വേത്താന്ന് പറഞ്ഞ് ഈ ടിക്കറ്റ് എടുത്ത് ഈ ചേച്ചി ഈ 4000 രൂപ എനിക്ക് തോന്നുന്നു 4000 രൂപ അത് ഈ കഴിഞ്ഞ കൊല്ലം മുഴുവൻ സമ്പാദിച്ചിട്ട് നേടിയ കാശാന്ന് തോന്നുന്നുണ്ട്. ആ 4000 രൂപ എടുത്ത് കൊടുക്കാൻ പറഞ്ഞാൽ പറഞ്ഞാൽ എനിക്ക് 4000 രൂപ വേണ്ട, എനിക്ക് ഒരു 42 ടിക്കറ്റ് ബാക്കി ഒരു 1000 രൂപ തന്നാൽ മതി. അങ്ങനെ 42 ടിക്കറ്റ് അവിടെ നിരത്തി വെച്ചേക്കുന്ന ടിക്കറ്റിൽ നിന്നൊക്കെ 42 ടിക്കറ്റ് കീറി അതെടുത്ത് BSNL ഓഫീസിലേക്ക് പെട്ടെന്ന് പോകണമെന്ന്. അങ്ങനെ 1000 രൂപ പിന്നെ തന്നാൽ ഇന്ന് ഈ കടന്നു കളഞ്ഞു. എന്നാ ചേച്ചി ഞാനവിടെ ചെല്ലുമ്പോൾ ചേച്ചി മരിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കണം. പാവം ചേച്ചി പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് ഇതൊക്കെ ആയിരിക്കും. 4000 രൂപയായിരിക്കും ആ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്വത്ത്. അത് നഷ്ടപ്പെട്ടു. അതിനെ സംബന്ധിച്ചുള്ള കണ്ണീന്ന് പൊന്നിച്ച പറക്കണം. എന്തൊരു ദുരന്തമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇമാതിരി തെണ്ടിച്ചറ്റ നാറികൾ. വേറെന്തിട്ട് അവരെ പറയണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞ ഭാഷ ഊമ്പന്മാർ. നാണാവില്ലേ? ഇതൊക്കെ തിന്നാൽ വയറ്റി പിടിക്കോ? കുടല് വല്ല അൾസറും വന്നേ തുറങ്കം പോലെ ഉണ്ടാവും. തിന്നാൻ തന്നെ അത് പറ്റണ്ട്. ഇമാതിരി പണിക്കിറങ്ങുന്ന ആൾക്കാർ നമ്മൾ മോഷ്ടിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി മാന്യമായിട്ട് സാധനങ്ങൾ മോഷ്ടിക്കി. ഈ വക ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഈ പാവങ്ങളുടെ കണ്ണിപ്പികളെ കുത്തി അതിൽ നിന്ന് ചുണ്ടത്തും മൂക്കത്തും വലിച്ച് കയറ്റി മെഴിപ്പിച്ച് നടക്കാൻ നാണാവില്ലടോ കോലുമുടിക്കാരാ. ഈ കോലുമുടിക്കാരൻ ഇപ്പോൾ ഈ ചാലക്കുടിയിലും കൊടകരയിലായിട്ട് കുറേ ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് പോലീസുകാർ ഒന്ന് ഇടപെടി. പാവങ്ങൾ അവരെ ജീവിക്കണ ഒരു സ്ഥിതി, ഓരോ ലോട്ടറി കച്ചവടക്കാരുടെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നമ്മുടെയൊക്കെ മുന്നിൽ വന്നിട്ട് ഒരു ലോട്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മുഖടച്ച് പോകും. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ കൊട്ടി അടക്കുന്നതിന് തുല്യമാണ്. ലോട്ടറി കച്ചവടക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറേ പറയാനുണ്ട്. ഇതാണ് സ്ഥിതി. ഇപ്പോൾ ഈ കോലുമുടിക്കാരൻ ഇറങ്ങിയിട്ടുണ്ട്. അവനെങ്ങാനും കൈ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോലുമുടിക്കാരൻ അവൻ ഭയങ്കര തിരക്കണവന് പിണ്ണാക്ക് മോറൻ. ഇവനെപ്പോലുള്ള ആളുകൾ ഇത് കൊണ്ടുപോയി തിന്ന് അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. പോലീസ് കുറേയും കൂടിയും എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ, വീട്ടമ്മയ്ക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇതുപോലുള്ള കള്ളന്മാർ ഇവിടെ രംഗപ്രശ്നം. ആ കൊടകരയിൽ ഇതുപോലൊരു സാധു മനുഷ്യൻ, ആൾക്ക് നടക്കാൻ എനിക്കാനും പറ്റില്ല. അങ്ങനത്തെ വളരെ പ്രായം ചെന്ന ആൾക്കാർ, ഈ പ്രായമായ ആളുകൾക്കൊക്കെ ഇതൊക്കെയാണ് വരുമാനം. അവരുടെ കയ്യിൽ നിന്നൊക്കെയാണ് ഇതുപോലെ അതെത്ര വലിയ എമൗണ്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ കടം മേടിച്ചൊക്കെ കൊടുക്കുന്നു. ഇവർ ടിക്കറ്റ് കിട്ടിയ വഴിയേ ഇവർ അടുത്ത ആളുടെ നിന്നൊക്കെ കാശ് കടം മേടിച്ചിട്ടാണ് ഇവന് കൊടുക്കണേ. ഈ കോലുമുടിക്കാരൻ, അങ്ങനെ ഒരു കോലുമുടിക്കാരൻ ഇറങ്ങിയിട്ടുണ്ട്. മാസ്കൊക്കെ വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ ലോട്ടറി കച്ചവടക്കാരും ശ്രദ്ധിക്കുക, നിങ്ങൾ വരണ വഴിക്ക് തന്നെ കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കല്ലേ. മനസ്സിലായിട്ടോ? വരണ വഴിക്ക് തന്നെ കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കരുത്. ഇമാതിരി ബിരുദന്മാരും മണഗുണാപ്പന്മാരും ഊമ്പന്മാരും ഒക്കെ ഉള്ളൊരു പട്ടണമാണ് ചാലക്കുടി. ഈ ജാതി രീതിയിലും ഓരോ ദിവസവും തിന്ന് ജീവിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് വന്ന വഴി ടിക്കറ്റ് നൽകി ആ ടിക്കറ്റിന് കാശെടുത്ത് കൊടുക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കുന്നു മല്ലിക ചേച്ചി. അന്നനാടുള്ളതാണ് മല്ലിക എന്ന് പറയുന്ന ചേച്ചിയുടെ വീട്.
നിങ്ങളെ സഹായിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ കടന്നു വരും. ഒരു തവണ ചാലക്കുടിയിൽ ഇതുപോലെ പണം നഷ്ടപ്പെട്ട ഒരു ലോട്ടറി കച്ചവടക്കാരൻ്റെ പാവം അതിൻ്റെ നിന്ന് ഒരു ബാഗ് നിറയെ പണവും അടിച്ചു മാറ്റിയിട്ട് ഒരാൾ ഓടിപ്പോയി. അയാൾക്ക് ഓടിയെത്താൻ പറ്റില്ല. പക്ഷേ ചാലക്കുടിയിലുള്ള അവിടുത്തെ ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള കച്ചവടക്കാരവരൊക്കെ ഒന്ന് സഹായിച്ചോളെ. അതുപോലെ ഈ ചേച്ചി 4000 രൂപയാണ് അതിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ ഏറ്റവും വലിയ അമൂല്യ നിധിയാണ്. 4000 രൂപ താഴെ ഉള്ളൂ. ആ കാശ് നഷ്ടപ്പെട്ടു. അത് കണ്ണിൽ പൊന്നീച്ച പറഞ്ഞോളാൻ ഇരിക്കണം. മരണത്തെ പറ്റിയിട്ടൊക്കെയാണ് ചിന്തിക്കണം. പാവം ആരെങ്കിലും ഒന്ന് സഹായിക്കണം. ഇമാതിരി കോലുമുടിക്കാരന്മാരുടെ ഒക്കെ ഓരോ രീതികൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്കിതാണ് പറയാനുള്ളത്. ആ സ്ത്രീയെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് സഹായിക്കണം, ഒന്ന് ചേർത്തണയ്ക്കണം. നന്ദി, നമസ്കാരം.